വീണ ജോർജ് MLA ആയിരിക്കാൻ പോലും അർഹയല്ലെന്ന് CPM-നുള്ളിൽ വിമർശനം. ആരോഗ്യമന്ത്രിയെ വിമർശിച്ചാൽ നടപടി ഉറപ്പെന്ന് CPM. ആരോഗ്യവകുപ്പിനെ പ്രതിരോധിക്കാൻ ശൈലജ ടീച്ചർ രംഗത്ത്. വീണ ജോർജ് രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രിയെന്ന് ബിന്ദു. പ്രതിഷേധത്തിന്റെ അലയൊലികൾ പാർട്ടിക്കുള്ളിലും ആരംഭിച്ചതോടെ വീണ ജോർജിന്റെ കപ്പൽ ആടിയുലയുന്നു. രണ്ടാം പിണറായി സർക്കാരിലെ ആരോഗ്യമന്ത്രിയായ വീണ ജോർജിനെതിരെ പാർട്ടി പ്രവർത്തകരിൽ നിന്നുപോലും കടുത്ത വിമർശനം ഉയർന്നതോടെ അതിനെ പ്രതിരോധിക്കാൻ പാർട്ടി രംഗത്തിറങ്ങി. MLA ആകാൻ പോലും അർഹയല്ലെന്ന വിധത്തിലാണ് മന്ത്രിക്കെതിരെ വിമർശനം കടുക്കുന്നത്. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള പ്രവർത്തകരുടെ FB പോസ്റ്റുകൾ പാർട്ടി പരിശോധിക്കുമെന്ന് CPM പത്തനംതിട്ട ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പ്രതികരിച്ചു. CPM ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ പോസ്റ്റ് ഒഴിവാക്കേണ്ടതായിരുന്നുവെന്നും CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവിന്റെ പോസ്റ്റ് പ്രത്യക്ഷത്തിൽ മന്ത്രിക്കെതിരെ അല്ല എന്നും രാജു എബ്രഹാം പറഞ്ഞു. വാർത്തകളിൽ അവ മന്ത്രിക്കെതിരെയെന്ന് വ്യാഖ്യാനിക്കപ്പെട്ടുവെന്നും രണ്ടു വിഷയവും പാർട്ടി ഗൗരവമായി തന്നെ പരിശോധിക്കുമെന്നും രാജു എബ്രഹാം വ്യക്തമാക്കി. കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ കെട്ടിടം തകർന്നു വീണ് തലയോലപ്പറമ്പ് സ്വദേശിനി ബിന്ദു മരിച്ച സംഭവത്തിലാണ് മന്ത്രി വീണ ജോർജിനെതിരെ CPM നേതാക്കൾ തന്നെ വിമർശനവുമായി രംഗത്ത് വന്നത്. CPM പത്തനംതിട്ട ഇലന്തൂർ ലോക്കൽ കമ്മിറ്റി അംഗം ജോൺസൺ PJ, CPM ഇരവിപേരൂർ ഏരിയ കമ്മിറ്റി അംഗം N രാജീവ് എന്നിവരായിരുന്നു മന്ത്രിക്കെതിരെ രംഗത്ത് വന്നത്. ഫേസ്ബുക്ക് പോസ്റ്റിലൂടെയായിരുന്നു ഇരുവരുടെയും വിമർശനം. കൂടുതൽ പറയുന്നില്ലെന്നും ഇനി പറയിപ്പിക്കരുതെന്നുമായിരുന്നു SFI മുൻ ജില്ലാ പ്രസിഡന്റ് കൂടിയായ ജോൺസൺ PJ വിമർശനം. ഒരു MLA ആയിരിക്കാൻ പോലും മന്ത്രിക്ക് അർഹതയില്ലെന്നും ജോൺസൺ കൂട്ടിച്ചേർത്തിരുന്നു. മന്ത്രി വീണ ജോർജ് ആശുപത്രിയിൽ ചികിത്സ തേടിയതിനെയായിരുന്നു പത്തനംതിട്ട CWC മുൻ ചെയർമാൻ കൂടിയായ N രാജീവ് പരോക്ഷമായി വിമർശിച്ചത്. സ്കൂളിൽ കേട്ടെടുത്തുണ്ടെങ്കിൽ വയറുവേദന വരുമെന്നും വയറുവേദന എന്ന് പറഞ്ഞ് വീട്ടിൽ ഇരിക്കുമെന്നുമായിരുന്നു രാജീവ് പരിഹസിച്ചത്. ഒത്താൽ രക്ഷപ്പെട്ടു എന്നാണ് അവസ്ഥയെന്നുമാണ് രാജീവ് പറഞ്ഞത്. സ്വന്തം മണ്ഡലമായ ആറന്മുളയിൽ പാർട്ടിക്കാരുമായി അത്ര നല്ല ബന്ധത്തിലായിരുന്നില്ല വീണ ജോർജ്. നേരത്തെ പലതവണ പാർട്ടി അംഗങ്ങൾ എതിർപ്പ് പരസ്യമായി പ്രകടിപ്പിച്ചിരുന്നു. മണ്ഡലത്തിലെ പൊതുവായ കാര്യങ്ങൾ ധരിപ്പിക്കാൻ പാർട്ടിക്കാർക്ക് പോലും കഴിയുന്നില്ല എന്നതായിരുന്നു പ്രധാന ആരോപണം. ഫോൺ വിളിച്ചാൽ മന്ത്രിയുടെ ഓഫീസിലെ ചിലർ എടുക്കുമെന്നും അവർക്ക് കാര്യങ്ങൾ ബോധ്യപ്പെട്ടാലേ ഫോൺ മന്ത്രിക്ക് കൈമാറൂ എന്നുമുള്ള പരാതി ജില്ലയിലെ ഉന്നത നേതാക്കൾക്ക് മുന്നിൽ വരെ എത്തിയെങ്കിലും കാര്യമായ ഒരു ഇടപെടലും ഉണ്ടായില്ലെന്നും പാർട്ടി പ്രവർത്തകരായ ചിലർ പറയുന്നു. മന്ത്രിയുടെ ചില ബന്ധുക്കളുടെ ഇടപെടലുകളും പാർട്ടിയെ സാധാരണക്കാരിൽ നിന്ന് അകറ്റുന്നുണ്ട് എന്നാണ് അവരുടെ ആക്ഷേപം. സമീപകാലത്തായി തൊട്ടതെല്ലാം വിവാദത്തിലെന്ന നിലയിലാണ് ആരോഗ്യവകുപ്പിലെ കാര്യങ്ങൾ. അതിനിടെ ആരോഗ്യമന്ത്രി വീണ ജോർജ് പ്രതിരോധത്തിലായതോടെ പ്രതിരോധിക്കാൻ മുൻ ആരോഗ്യമന്ത്രി KK ശൈലജ രംഗത്ത് വന്നു. കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്നു വീണ് രോഗിയുടെ കൂട്ടിരിപ്പുകാരി ബിന്ദു മരിച്ചതിൽ ദുഃഖം രേഖപ്പെടുത്തിയ മുൻ ആരോഗ്യമന്ത്രി ഇത് സർക്കാർ പിടിപ്പുകേടല്ലെന്ന് വാദിക്കാനാണ് ശ്രമിച്ചത്. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള ഉത്തരവാദിത്തം ഗവൺമെന്റ് ഏറ്റെടുക്കുമെന്ന് വ്യക്തമാക്കിയിട്ടുണ്ടെന്നും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെ കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും KK ശൈലജ വ്യക്തമാക്കി. ബിന്ദുവിന്റെ കുടുംബത്തെ സംരക്ഷിക്കാനുള്ള നടപടി സ്വീകരിക്കണമെന്ന് സർക്കാരിനോട് അഭ്യർത്ഥിക്കുന്നതായും KK ശൈലജ ഫേസ്ബുക്കിൽ കുറിച്ചു. LDF ഭരണകാലത്ത് വമ്പിച്ച പുരോഗതിയാണ് കോട്ടയം മെഡിക്കൽ കോളേജിന് ഉണ്ടായിട്ടുള്ളത്. ഇപ്പോൾ തകർന്നു വീണ കെട്ടിടം മാറ്റിപ്പണിയുന്നതിന് 2018 മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കി കിഫ്ബിയിൽ ഇടപെട്ട് ഫണ്ട് ലഭ്യമാക്കിയിരുന്നു. കോവിഡ് മഹാമാരി കാരണം നിർമ്മാണ പ്രവർത്തനത്തിന് തടസ്സം നേരിട്ടെങ്കിലും ഇപ്പോൾ നിർമ്മാണം പൂർത്തിയാക്കിയിട്ടുണ്ട്. പുതിയ കെട്ടിടത്തിലേക്ക് രോഗികളെ മാറ്റാൻ തീരുമാനിച്ചതിനിടയിലാണ് കെട്ടിടം തകർന്ന് വേദനാജനകമായ അനുഭവം ഉണ്ടായത്. മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ജയകുമാർ മുൻകൈയെടുത്താണ് കോളേജിൽ ഇപ്പോൾ നടന്നിട്ടുള്ള എല്ലാ വികസനങ്ങളും ഉണ്ടായിട്ടുള്ളത്. ഹൃദയ ശസ്ത്രക്രിയയ്ക്കായി വിശ്രമമില്ലാതെ പ്രവർത്തിച്ച് ആയിരക്കണക്കിന് മനുഷ്യരുടെ ജീവൻ രക്ഷിച്ച ഡോക്ടറെയും ആരോഗ്യവകുപ്പിന്റെ നേട്ടങ്ങളെയും കരുതിക്കൂട്ടി അവഹേളിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയണമെന്നും KK ശൈലജ പറഞ്ഞു. ആരോഗ്യമന്ത്രി വീണ ജോർജിനെ പിന്തുണയുമായി ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ബിന്ദുവും രംഗത്ത് വന്നു. വീണ ജോർജ് ആരോഗ്യമേഖലയ്ക്ക് വേണ്ടി രാപ്പകലില്ലാതെ കഠിനാധ്വാനം ചെയ്യുന്ന മന്ത്രിയാണെന്ന് പറഞ്ഞ മന്ത്രി ബിന്ദു വീണ ജോർജിനെ ഒറ്റതിരിഞ്ഞാക്രമിക്കാൻ ശ്രമം നടക്കുന്നുവെന്നും കുറ്റപ്പെടുത്തി. അപകടത്തിൽ മന്ത്രിമാർക്കെതിരായ വിമർശനം അപലപനീയമാണെന്നും മന്ത്രി കുറ്റപ്പെടുത്തി. മരിച്ച ബിന്ദുവിന്റെ ബന്ധുക്കളെ കാണേണ്ട സമയത്ത് കാണും. എല്ലാ വിഷയങ്ങളിലും കൃത്യമായി ഇടപെടുന്ന സർക്കാരാണിതെന്നും മന്ത്രി ബിന്ദു വ്യക്തമാക്കി.